ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിലെ 1ാം റാങ്ക് കേരളത്തിന്റെ വികസനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. ADGPക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും MLA നടത്തിയ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് രക്ഷാകവചം ഒരുക്കുകയാണെന്ന് BJP നേതാവ് MT രമേശ്. നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളും അത്ഭുതങ്ങളും വിരിയിച്ച ഐവ ആർട്ട് ഓഫ് AI ഡിജിറ്റൽ ഷോ കോഴിക്കോട് ടൗൺ ഹാളിൽ. രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം സജ്ജമെന്ന് KPCC വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്. മണൽ വാരൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് ഇൻഡിപെൻഡന്റ് ട്രേഡ് യൂണിയൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിലെ 1ാം റാങ്ക് കേരളത്തിന്റെ വികസനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. കോഴിക്കോട് ജില്ലാതല തദ്ദേശ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് ജില്ലാതല തദ്ദേശ അദാലത്ത് ജൂബിലി ഹാളിൽ നടന്നു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഗുജറാത്തും ആന്ധ്രാപ്രദേശും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ പിന്തള്ളിയാണ് ബിസിനസ് സൗഹൃദ അന്തരീക്ഷത്തിന്റെ പ്രധാന സൂചകങ്ങളിലൊന്നായ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ രാജ്യത്ത് 1ാമതെത്താൻ കേരളത്തിന് കഴിഞ്ഞത്. ഈ നേട്ടം കൈവരിക്കാനുള്ള ശ്രദ്ധേയമായ ചുവടുവയ്പ്പുകളിൽ വ്യവസായ വകുപ്പിനോടൊപ്പം വലിയ പങ്ക് വഹിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് സാധിച്ചതായും മന്ത്രി പറഞ്ഞു. പരാതികൾ പലതും തീർപ്പാവാത്തതിന്റെ കാരണം തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കാൻ മടിക്കുന്നു എന്നുള്ളതാണ്. തീരുമാനമെടുക്കുമ്പോൾ നാളെ തങ്ങളെ അത് ബാധിക്കുമോ എന്ന ആശങ്കയാണ് അതിന് പ്രധാനമായിട്ടുള്ള കാരണം. റിസ്ക് എടുക്കാൻ വയ്യ എന്നൊരു മനോഭാവമുണ്ട്. അതിനെ പൂർണ്ണമായി അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതിന്റെ ഒരു കാരണം എന്താ? ചട്ടങ്ങളിൽ പലതിലും അവ്യക്തതയുണ്ട്. ഇപ്പൊ ചട്ടങ്ങളിൽ അവ്യക്തത നിൽക്കുമ്പോൾ പലതരത്തിലുള്ള വ്യാഖ്യാനം സാധ്യമാവുമ്പോൾ ആളുകൾക്ക് അനുകൂലമായി വ്യാഖ്യാനിച്ച് ഒരു തീരുമാനമെടുത്താൽ നാളെ അത് തങ്ങളുടെ ജോലിയെ, തങ്ങളുടെ കരിയറിനെ, ഭാവിയൊക്കെ ബാധിക്കുമോ എന്ന ഭയം അവരെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് സർക്കാർ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്: ചട്ടങ്ങളിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ, പരിഷ്കരണം അനിവാര്യമാണ് എന്നത്. ചടങ്ങിൽ അഹമ്മദ് ദേവർകോവിൽ MLA അധ്യക്ഷത വഹിച്ചു. മേയർ ബീന ഫിലിപ്പ്, MLA മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ, KM സച്ചിൻ ദേവ്, ലിൻഡോ ജോസഫ്, KK രമ, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഗവാസ്, ഡെപ്യൂട്ടി മേയർ C മുസാഫർ അഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇനി രമേശന് നികുതി അടയ്ക്കാം. വീടിന്റെ നികുതി അടയ്ക്കാൻ കഴിയാതെ നിരാശപ്പെട്ട രമേശന്റെ പ്രശ്നങ്ങൾക്ക് ജില്ലാതല തദ്ദേശ അദാലത്തിലാണ് പരിഹാരമായത്. അത്തോളി മുണ്ടങ്കണ്ടിയിലെ K രമേശൻ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ ആവശ്യം ഒന്നു മാത്രമായിരുന്നു: തന്റെ വീടിന്റെ നികുതി അടയ്ക്കണം. എന്നാൽ പഞ്ചായത്തിലെ പുതുക്കിയ അസസ്മെന്റ് രജിസ്റ്ററിൽ രമേശന്റെ വീട് ഉൾപ്പെട്ടിട്ടില്ലാത്തതിനാൽ നിരാശയായിരുന്നു ഫലം. ഓൺലൈൻ സൗകര്യം ഉപയോഗപ്പെടുത്താൻ നോക്കിയപ്പോൾ അതും സാധിച്ചില്ല. ഈ സങ്കടം പറയാൻ തദ്ദേശ അദാലത്തിലെത്തിയതോടെ ആദ്യ പരാതിയായി സ്വീകരിച്ച് മന്ത്രി MP രാജേഷ് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. ഈ കെട്ടിടത്തിന് ഞാൻ 2014-15 വരെ നികുതി അടച്ചുകൊണ്ടിരുന്നതാണ്. നിർഭാഗ്യവശാൽ 2015 ശേഷം ഞാൻ നികുതി അടയ്ക്കാൻ ബന്ധപ്പെട്ടവരെ സമീപിക്കുമ്പോൾ എൻ്റെ വീട് കെട്ടിടം സൈറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ബിൽഡിംഗ് നോട്ട് ഫൗണ്ട് എന്ന് കാണുന്നു. അത് ഉടനെ പരിഹരിച്ചു തരാം എന്നോട് പറഞ്ഞതാണ്.
അങ്ങനെ 2015 മുതൽ നിരന്തരം ഞാൻ ഓഫീസിനെ സമീപിക്കുകയും അപേക്ഷകൾ സമർപ്പിക്കുകയും 2 അപേക്ഷ സമർപ്പിച്ചു. എന്നിട്ടൊന്നും പരിഹാരമില്ല. കൊടുത്ത അപേക്ഷയ്ക്ക് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. ഈ അദാലത്തിന് അപേക്ഷ കൊടുത്തതിന് ശേഷം ഓഫീസിൽ നിന്ന് പഞ്ചായത്ത് ഓഫീസിൽ തന്നെ വിളിച്ചു. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശരിയാവും എന്ന് പറഞ്ഞു. അത് ഇന്നലത്തോടുകൂടി എൻ്റെ നികുതി അടയ്ക്കാൻ കഴിയാത്ത പ്രശ്നം പരിഹരിച്ചു. ഇപ്പോൾ എൻ്റെ ബിൽഡിംഗ് ഫൗണ്ടാണ്. നേരത്തെ നോട്ട് ഫണ്ടാണ്, ഇപ്പോൾ ഫൗണ്ടാണ്. ഞാൻ ഇന്നലെ നികുതി അടച്ചു. നിലവിൽ സഞ്ജയ സോഫ്റ്റ്വെയറിൽ കെട്ടിടം ഉൾപ്പെട്ടിരുന്നില്ല. സഞ്ജയ സോഫ്റ്റ്വെയറിൽ ഫാസ്റ്റ് ഡാറ്റ എൻട്രി സംവിധാനം വഴി രമേശന്റെ വീടിന്റെ വിവരങ്ങൾ ഉൾപ്പെടുത്താൻ അദാലത്ത് നിർദ്ദേശിച്ചു. തുടർന്ന് ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തി സഞ്ജയ വഴി രമേശൻ നികുതി അടയ്ക്കുകയും നികുതി അടച്ച സർട്ടിഫിക്കറ്റ് മന്ത്രി രമേശന് കൈമാറുകയും ചെയ്തു. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ഫലം ലഭിച്ച സന്തോഷത്തിലായിരുന്നു രമേശന്റെ മടക്കം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ADGPക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും CPIM MLA നടത്തിയ ഗുരുതര ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് രക്ഷാകവചമൊരുക്കുകയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് കോഴിക്കോട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് സംസ്ഥാനത്തെ ADGPക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരായി ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആരോപണങ്ങളെക്കുറിച്ച് ഈ നിമിഷം വരെ ഒരു മറുപടിയും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ആകെ ചെയ്തിട്ടുള്ളത് ADGPയുടെ കീഴിലുള്ള 2 IG-മാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ അന്വേഷണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തുകയാണ്. ADGPക്ക് റിപ്പോർട്ട് നൽകുന്ന തന്റെ കീഴുദ്യോഗസ്ഥന്മാരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായി നിയമിക്കുക എന്ന് പറഞ്ഞാൽ ഫലത്തിൽ അത് കേരളത്തിലെ ജനങ്ങളെ പുച്ഛിക്കുന്നതിന് തുല്യമാണ്. സാധാരണ ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയെ മാറ്റി നിർത്തണം. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെയും കേരളത്തിലെ നിയമവ്യവസ്ഥയെയും വെല്ലുവിളിക്കുന്ന നിയമ സംവിധാനത്തിന്റെ സമ്പൂർണമായിട്ടുള്ള തകർച്ചയ്ക്ക് ഉത്തരവാദിയായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായിട്ടുള്ള അർഹതയില്ല എന്ന് BJP ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ടാണ്. സംസ്ഥാനത്തെ ADGPയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ള ഗൗരവമേറിയ ഒരു വാർത്ത, ആ വാർത്ത വന്നിട്ട് അതിനെ സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ട് അതിന്റെ കൂടെ RSSനെ വലിച്ചു കെട്ടി മുഖ്യമന്ത്രിയെയും ADGPയും രക്ഷപ്പെടാനുള്ള കവാടം ഒരുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളും അത്ഭുതങ്ങളും വിരിയിച്ച് ഐവ ആർട്ട് ഓഫ് AI ഡിജിറ്റൽ ഷോ ശ്രദ്ധേയമായി. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന പ്രദർശനം പൊതുജനങ്ങൾക്കും ആസ്വദിക്കാൻ അവസരമൊരുക്കി. സൗജന്യ പ്രവേശനം അനുവദിച്ച് പൊതുജനങ്ങൾക്ക് കൂടിയായി കോഴിക്കോട് ടൗൺ ഹാളിൽ ആർട്ട് ഓഫ് AI നടത്തിയ ഷോ വേറിട്ടൊരു അനുഭവമായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മൾട്ടിമീഡിയ റിസർച്ച് സെന്റർ ഡയറക്ടർ ദാമോദർ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സമസ്ത മേഖലകളിലും ക്രിയാത്മകമായി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യയാണ് AI അഥവാ നിർമ്മിത ബുദ്ധി. വിദ്യാഭ്യാസ മേഖലയിൽ AIയുടെ സാധ്യതകൾ കൊണ്ടുവന്ന് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാക്കാൻ അധികൃതർ തയ്യാറാവണം. കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഉൾപ്പെടെ എല്ലാ സാങ്കേതിക വിദ്യകളും കടന്നു വന്നപ്പോൾ നമ്മൾ ആശങ്കയോടെയാണ് കണ്ടത്. പിന്നെ അവയില്ലാതെ വയ്യെന്നുമായി. AIയുടെ കാര്യത്തിലും ഇതുതന്നെ സംഭവിക്കുമെന്നും ദാമോദർ പ്രസാദ് പറഞ്ഞു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, വ്യവസായികൾ, കലാകാരന്മാർ എന്നിവർക്കായി പ്രത്യേക സെമിനാറുകളും ഷോയുടെ ഭാഗമായി നടന്നു. AI ഫോർ ബിസിനസ് എന്ന വിഷയത്തിൽ ഡോൺ AJ, AI ഇൻ എഡ്യൂക്കേഷൻ ഷിജു സദൻ, സൈബർ സെക്യൂരിറ്റി സത്യൻ കാരയാട്, നെക്സ്റ്റ് ജനറേഷൻ AI ജോസഫ് തോലത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പാനൽ ഡിസ്കഷൻ ആർട്ടിസ്റ്റുകളായ ഡാവിഞ്ചി സുരേഷ്, ബാലു ചെറുകുന്ന് എന്നിവർ നയിച്ചു. AI ഇമാജിനേഷൻ എന്ന വിഷയത്തിൽ AI എഡ്യൂക്കേഷണൽ ഡയറക്ടർ ടെന്നീസൺ മോറിസും AI സിനിമ എന്ന വിഷയത്തിൽ ആർട്ട് ഓഫ് AI ഫൗണ്ടർ ഷിജു സദനും ലൈവ് ഡെമോൺസ്ട്രേഷൻ നടത്തി. AI ടൂളുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രങ്ങൾ, വീഡിയോകൾ, കലാസൃഷ്ടികൾ, സംഗീതം തുടങ്ങി 1000-ഓളം സൃഷ്ടികൾ ഉൾപ്പെടുത്തിയ പ്രദർശനവും ഷോയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. 15 LED സ്ക്രീനുകളിലായി അവതരിപ്പിച്ച പ്രദർശനം ഏറെ ആകർഷകവും വിജ്ഞാനപ്രദവുമായി. AI സാക്ഷരത ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായുള്ള ആർട്ട് ഓഫ് AIയുടെ ആദ്യ ചുവടുവയ്പ്പാണ് കോഴിക്കോട്ടേത്. രാജ്യത്തുടനീളം തുടർ ശില്പശാലകൾ ആർട്ട് ഓഫ് AI സംഘടിപ്പിക്കും.
AI-യെക്കുറിച്ച് പൊതുസമൂഹത്തിലുള്ള തെറ്റായ ധാരണ തിരുത്തി ഓരോരുത്തർക്കും അവരവരുടെ പ്രവർത്തന മേഖലകളിൽ സഹായകരമായ രീതിയിൽ AI സംസ്കാരം വളർത്തിയെടുക്കാനാണ് ആർട്ട് ഓഫ് AI ഈ സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ ഓണം പൊന്നോണമാക്കാം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി തെപ്പരഥോത്സവ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഉത്സവത്തിന്റെ ഭാഗമായ ഗജപൂജ ഭക്തിസാന്ദ്രമായി. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി തെപ്പരഥോത്സവത്തിലെ ഗജപൂജ ഭക്തിസാന്ദ്രമായി. ഇബകുല രാജകേസരി പുതുപ്പള്ളി സാധു എന്ന ഗജവീരനാണ് ഗജപൂജയ്ക്ക് അണിനിരന്നത്. ഉത്സവത്തിലെ എല്ലാ ദിവസവും രാവിലെ 6:30 ഗജപൂജ നടക്കുന്നത്. ഗജപൂജയ്ക്ക് തളി ബ്രാഹ്മണ സമൂഹം മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ രാഹുൽ വാദ്യാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഗജയൂട്ടും നടന്നു. പൂജാതി കർമ്മങ്ങൾ ദക്ഷിണേന്ത്യയിലെ പ്രമുഖ വൈദിക ശ്രേഷ്ഠന്മാരുടെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. അഷ്ടദ്രവ്യക്കൂട്ട്, മഹാഗണപതി ഹോമം, കാവടി പൂജ, മഹന്യാസപൂർവം പൂർണ്ണാഭിഷേകം, നാഗപൂജ, നവഗ്രഹ പൂജ എന്നിവയും നടന്നു. വിനായക ചതുർത്ഥി ദിവസമായ സെപ്റ്റംബർ 7 നടക്കുന്ന വിശേഷാൽ അഷ്ടദ്രവ്യക്കൂട്ട് മഹാഗണപതി ഹോമം വഴിപാടാക്കുന്നതിനായി ഭക്തജനങ്ങൾക്കായി ക്ഷേത്രത്തിൽ പ്രത്യേക കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മണൽ വാരൽ പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് കേരള പ്രവാസി അസോസിയേഷന്റെ കീഴിലുള്ള തൊഴിലാളി സംഘടനയായ ഇൻഡിപെൻഡന്റ് ട്രേഡ് യൂണിയൻ. വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. മണൽവാരലുമായി ബന്ധപ്പെട്ട് ഈ മേഖലകളിൽ ഒരുപാട് തൊഴിലാളികൾ തൊഴിലില്ലാതെ അവസ്ഥ നേരിടുന്നതിന്റെ ഭാഗമായി അവരുടെ ക്ഷേമകാര്യം ഉറപ്പാക്കുക എന്നുള്ളത് KPയുടെ കീഴിലുള്ള ട്രേഡ് യൂണിയന്റെ ഉത്തരവാദിത്തമായി നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ സർക്കാർ ഉത്തരവുണ്ട് എന്ന് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ പുഴകളിലെ കടവുകളിൽ നിയമപരമായി ഇതുവരെ മണൽവാരൽ അനുവദിക്കാതിരിക്കുകയും എന്നാൽ അശാസ്ത്രീയവും അനധികൃതവുമായി മണൽവാരൽ നടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റി കൂടിയായ കലക്ടർക്ക് ഒരു നിവേദനം നൽകുകയും കലക്ടർ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് നടപടികൾ കൈക്കൊണ്ടില്ല എങ്കിൽ കേരള പ്രവാസി അസോസിയേഷന്റെ ദേശീയ ചെയർമാൻ ശ്രീ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ നിയമപരമായി സമീപിക്കുവാനുള്ള തീരുമാനം എടുക്കുന്നു എന്നുള്ളത് അറിയിക്കുവാൻ വേണ്ടി കൂടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. കൂടാതെ KPയുടെ കീഴിലുള്ള ട്രേഡ് യൂണിയന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണൽ തൊഴിലാളികളെ കൂട്ടി നിർത്തിക്കൊണ്ട്
ഒരു സൊസൈറ്റി രൂപീകരിക്കുകയും തുടർന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയും തീരുമാനിച്ചിരിക്കുന്നു എന്ന് അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം സജ്ജമെന്ന് KPCC വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്. ഇൻകാസ് ഷാർജയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം സജ്ജമാണെന്ന് KPCC വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസ് പറഞ്ഞു. ഇൻകാസ് ഷാർജയുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസും ഇന്ത്യ സഖ്യവും വലിയ രീതിയിലുള്ള തിരിച്ചുവരവിന്റെ പാതയിലാണ്. വരാനിരിക്കുന്ന ഹരിയാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം അത് തെളിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ പ്രത്യയ ശാസ്ത്രച്യുതി സംഭവിച്ച അഴിമതിക്കാരുടെ കൂടാരമായി CPM-ഉം അവർ നേതൃത്വം നൽകുന്ന സർക്കാരും മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇൻകാസ് നമ്മുടെ നാടിനായി നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇൻകാസ് ഷാർജ പ്രസിഡന്റ് KM അബ്ദുൽ മനാഫ് അധ്യക്ഷത വഹിച്ചു. ഇൻകാസ് ഷാർജ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A റഹീം, UAE കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് TA രവീന്ദ്രൻ, ജനറൽ സെക്രട്ടറി SM ജാബിൽ, ട്രഷറർ ബിജു എബ്രാഹിം, മുൻ ജനറൽ സെക്രട്ടറി V നാരായണൻ നായർ, ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ, ഷാർജ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് രജ്ഞൻ ജേക്കബ്, ജനറൽ സെക്രട്ടറിമാരായ നവാസ് തേക്കട, P ഷാജിലാൽ, ട്രഷറർ റോയ് മാത്യു എന്നിവർ സംസാരിച്ചു. ഇൻകാസിന്റെ ഷാർജയിൽ നിന്നുള്ള മറ്റു കേന്ദ്ര സംസ്ഥാന ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഓണം പൊന്നോണമാക്കാം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ. കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. 30 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച് നാട്ടിലെത്തിയ സൈനികന് നാട്ടുകാരുടെ സ്വീകരണം. നെടുവണ്ണൂർ കാവന്തറയിലെ വിനോദ് കുമാറാണ് സേനയിൽ നിന്നും വിരമിച്ച് നാട്ടിലെത്തിയത്. കാവുന്തറ സൈനിക കുടുംബാംഗമായ വിനോദ് കുമാറിന് 30 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം റിട്ടയർ ചെയ്തെത്തിയ ദിവസം വാകയാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ NCC കേഡറ്റുകളുടെയും നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് ബാൻഡ് മേളത്തിന്റെയും അകമ്പടിയോടുകൂടി തുറന്ന ജീപ്പിൽ നൽകിയ സ്വീകരണ റാലിയിൽ നാട്ടുകാരും അണിചേർന്നു. വിനോദ് കുമാറിന്റെ സഹോദരൻ ബിനീഷ് കുമാർ സൈനിക സേവനത്തിനിടെ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്ന റിട്ടയേർഡ് പട്ടാളക്കാരനാണ്. ബിനീഷ് കുമാറിന്റെയും വിനോദിന്റെയും അച്ഛൻ ബാലൻ നായർ റിട്ടയേർഡ് പട്ടാള ഉദ്യോഗസ്ഥനാണ്. ഇവരുടെ ഭാര്യ പിതാക്കന്മാരും സൈനിക സേവനത്തിൽ നിന്ന് റിട്ടയർ ചെയ്തവരാണ്. റാലിക്ക് ശേഷം വാകയാട് ഹയർ സെക്കൻഡറി സ്കൂൾ NCC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ANO സരിത ടീച്ചർ വിനോദ് കുമാറിനെയും ബിനീഷ് കുമാറിനെയും ബാലൻ നായരെയും ആദരിച്ചു. വീട്ടിലൊരുക്കിയ സ്വീകരണ സമ്മേളനം കുടുംബ സുഹൃത്തുക്കളായ വാർഡ് മെമ്പർ ധന്യ സതീശന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജലീൽ MK ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം സജീവൻ മക്കാട്ട്, രാധാകൃഷ്ണൻ A, സലാം കോയമ്പറത്ത്,
പത്മനാഭൻ കണാരൻകണ്ടി എന്നിവർ സംസാരിച്ചു. അക്ഷര ഗാർഹിക കൂട്ടായ്മ, വിമുക്ത പഠ സംഘടനകൾ, സുഹൃത്തുക്കൾ എന്നിവരും ചടങ്ങിൽ വിനോദ് കുമാറിനെ ആദരിച്ചു. വിനോദ് തോട്ടത്തിൽ, രാഘവൻ PM, വിബിജീഷ് VP, KT സുഭാഷ്, സുധാകരൻ വിളംപൊയിൽ, സിദ്ധാർത്ഥ്, KT സജീവൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നടുവണ്ണൂർ. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് മടവൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ്. ഈ ആവശ്യമുന്നയിച്ച് സമരകാഹളം പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചവരെയും പ്രചരിപ്പിച്ചവരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മടവൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സമരകാഹളം സംഘടിപ്പിച്ചു. എലത്തൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഷാഹിർ കുട്ടമ്പൂർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ മതേതരത്വം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന്, ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഇന്ത്യയുടെ എല്ലാ ശിലാഫലകങ്ങളിലും ഇന്ത്യയുടെ എല്ലാ രേഖകളിലും കൃത്യമായി എഴുതി വെക്കപ്പെടണമെന്നില്ല. അത് ഇന്ത്യയുടെ ജനങ്ങളുടെ രാഷ്ട്രീയ മനസ്സുകളിൽ ഉള്ളടക്കം ചെയ്തു വെച്ചതാണ്. മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് OK ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. മടവൂർ പഞ്ചായത്ത് GCC KMCC ജനറൽ സെക്രട്ടറി ഷമീം മടവൂർ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം റാഫി ചെരച്ചോറ, ഷറഫു അരീക്കൽ, TK അസുമോൻ തുടങ്ങിയവരും സംസാരിച്ചു. ജനറൽ സെക്രട്ടറി മുനീർ പുതുക്കുടി, അഡ്വക്കേറ്റ് അബ്ദുറഹിമാൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. LIC രാമനാട്ടുകര ബ്രാഞ്ചിൽ ഏജൻസ് ഡേ ആഘോഷിച്ചു. ഇൻഷുറൻസ് വാരത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടികൾ. ഏജൻസ് ദിനാഘോഷം രാമനാട്ടുകര മുനിസിപ്പൽ വൈസ് ചെയർമാൻ K സുരേഷ് ഉദ്ഘാടനം ചെയ്തു. LIC രാമനാട്ടുകര ബ്രാഞ്ചിൽ ഇൻഷുറൻസ് വാരത്തോടനുബന്ധിച്ച് നടത്തിയ ഏജൻസ് ഡേ ആഘോഷം രാമനാട്ടുകര മുനിസിപ്പൽ വൈസ് ചെയർമാൻ K സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം പങ്കുവഹിക്കുന്ന 12 ലക്ഷത്തോളം ഏജന്റുമാരുണ്ട് എന്നാണ്. 14 ലക്ഷത്തോളം ഏജന്റുമാർ. അപ്പൊ ആ ഏജന്റുമാരുടെ പ്രവർത്തനമാണ് എല്ലാ മേഖലയിലും ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ പ്രവർത്തനത്തിന്റെ മികവാണ് ആ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഏജന്റുമാരുടെ കാര്യത്തിൽ കൃത്യമായ ശ്രദ്ധ LIC ഓഫീഷ്യൽസിന് ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവരുടെ നിലനിൽപ്പ് നമ്മുടെ സ്ഥാപനത്തിന്റെ നിലനിൽപ്പാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് പെൻഷനൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. പെൻഷനൊക്കെ നോക്കുന്നത് LIC. അപ്പൊ അവർക്ക് പക്ഷേ ഈ റിട്ടയർമെന്റ് ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ചെയ്യാവുന്ന കാലമൊക്കെ അവർക്ക് ചെയ്തു പോകുന്നതുകൊണ്ട് തന്നെ എന്നിരുന്നാൽ പോലും അവർക്ക് അവരുടെ പല കാര്യങ്ങൾക്കും ഒരു സഹായമായിട്ട് നിൽക്കാൻ LICക്ക് സാധിക്കണമെന്നുകൂടി. ബ്രാഞ്ച് മാനേജർ മർലിൻ സക്കറിയ അധ്യക്ഷത വഹിച്ചു. ഡിവിഷണൽ മാർക്കറ്റിംഗ് മാനേജർ LS സുനിൽ പ്രകാശ് മുഖ്യാതിഥിയായി. T അഭിലാഷ്, ഷെബീർ VT, വാളക്കട ബാബു, B വസന്തകുമാരി എന്നിവർ സംസാരിച്ചു. നേരത്തെ ഇൻഷുറൻസ് വാരാഘോഷം യൂണിയൻ ബാങ്ക് ഫറൂഖ് ബ്രാഞ്ച് ചീഫ് മാനേജർ മുരുകേശ്വരി ഉദ്ഘാടനം ചെയ്തു. നിതിൻ തമ്പി, E ജയകൃഷ്ണൻ, R അർജുനൻ, NK രാമകൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു. വാരാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ മെഡിക്കൽ ക്യാമ്പിന് രാമനാട്ടുകര ഹെൽത്ത് സെന്ററിലെ V സുരേഷ്, ഏജന്റ് K ശൈലജ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിലെ 1ാം റാങ്ക് കേരളത്തിന്റെ വികസനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി MB രാജേഷ്. ADGPക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും MLA നടത്തിയ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് രക്ഷാകവചം ഒരുക്കുകയാണെന്ന് BJP നേതാവ് MT രമേശ്. നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളും അത്ഭുതങ്ങളും വിരിയിച്ച ഐവ ആർട്ട് ഓഫ് AI ഡിജിറ്റൽ ഷോ കോഴിക്കോട് ടൗൺ ഹാളിൽ. രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം സജ്ജമെന്ന് KPCC വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്. മണൽ വാരൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് ഇൻഡിപെൻഡന്റ് ട്രേഡ് യൂണിയൻ.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.